മുടങ്ങിക്കിടക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്ന് INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക് അടിമാലിയിൽ ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പിന്റെ വേതനം വൈകുന്നത് സാധാരണക്കാരായ ആളുകളുടെ ജീവിതം താളം തെറ്റിക്കും. കൂലി വൈകുന്നത് നിരുത്തരവാദിത്വപരമായ സമീപനമാണ്. ഇതുമൂലം തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്നും ജോൺ സി ഐസക് വ്യക്തമാക്കി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 3 മാസം കഴിഞ്ഞു ശമ്പളം കിട്ടിയിട്ട്. ശമ്പളം കിട്ടാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഇറങ്ങുന്നു, കേരള ബാങ്കിൽ കയറി ഇറങ്ങുന്നു, പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നു. നാളിതുവരെയായിട്ടും അവർക്കിടെ വേതനം കിട്ടാതെ കഷ്ടപ്പെടുന്നു. ഈ തീ പോലെയുള്ള വെയിലത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ ഈ ശമ്പളം കിട്ടി അവർക്ക് പല കുടുംബജീവിതത്തിനും ദൈനംദിന ആവശ്യത്തിനും ഈ പൈസ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ പലരും കടം ചോദിച്ചാൽ പോലും അവർക്ക് കിട്ടുന്നില്ല. ഇത് വളരെ നിരുത്തരവാദിത്വപരമായ കാര്യമാണ്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടറുടെ ഓഫീസിൽ വിളിക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ടും പരിഹാരമുണ്ടായില്ല. അന്ന് തന്നെ കേരള സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ വിളിച്ചു. മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ ഒരു സ്റ്റാഫ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് നോട്ട് ചെയ്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് പറഞ്ഞു. അത് പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനും പരിഹാരമായിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്.